everyone. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് മസാല. ഇടയ്ക്ക് ഗ്രീൻ പീസ് കറി കിട്ടും ചെറിയ ഹോട്ടലും തട്ടുകടയിൽ നിന്നൊക്കെ. ഒരു പ്രത്യേക രുചിയാണ്, ഒരു പിടി കിട്ടാത്തൊരു പ്രത്യേക ഒരു ടേസ്റ്റ്. അതെന്താ വീട്ടിലുണ്ടാക്കുമ്പോഴേ ഇതുപോലെ ആവാത്തെന്നൊക്കെ തോന്നാറില്ലേ? ആ രീതിയിലുള്ളൊരു ഗ്രീൻ പീസ് മസാലയാണ് കേട്ടോ അത്. പിന്നെ ഒരു പ്രത്യേക മസാലക്കൂട്ടൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതെനിക്ക് പൊറോട്ടയുടെ കൂടെയാണ് ഏറ്റവും ഇഷ്ടം. ഇടിയപ്പത്തിൻ്റെ കൂടെയും കുഴപ്പമില്ല. ഇന്ന് ഇടിയപ്പമാണ് ഇവിടെ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് നല്ല റെസിപ്പീസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഗ്രീൻ പീസ് മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ 1 കപ്പ് ഗ്രീൻ പീസാണ് ഉപയോഗിക്കുന്നത്. അത് തലേന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരുന്നു. ഇനി ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ചെറിയൊരു സ്റ്റീൽ ബോളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റീൽ ബോൾ പ്രഷർ കുക്കറിൽ ഇറക്കി വെക്കാൻ പറ്റിയ ഒരു സൈസ് ആയിരിക്കണം, അങ്ങനത്തെ ഒരു സ്റ്റീൽ ബോൾ. അപ്പോൾ ഗ്രീൻ പീസ് മാത്രം ഇതിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു മാജിക് ക്യൂബ്, വെജിറ്റേറിയൻ മസാല മാജിക് ക്യൂബാണ് ചേർക്കുന്നത്. ഇത് 10 ഗ്രാമിൻ്റെ ചെറിയ ക്യൂബാണ്. ഇത് ഇടുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ ഗ്രീൻ പീസിന്. നിങ്ങളുടെ കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ ട്രൈ ചെയ്യാൻ നോക്ക്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ മാഗിയുടെ സാധാരണ ക്യൂബ് ഇടാം, പക്ഷെ അതിപ്പോൾ പകുതി മതി, കാരണം ഇത് 10 ഗ്രാമിൻ്റെ ചെറിയ ക്യൂബാണ്. വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബ് കുറച്ചും കൂടി വലുതായിരിക്കും. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ രണ്ടും ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്നാലും നല്ല കറി തന്നെ ആയിരിക്കും. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഡ്രൈഡ് മിൻറ്റ് ലീവ്സ് ആണ്. ഇനി ഡ്രൈഡ് മിൻറ്റ് ലീവ്സ് ഇല്ലെങ്കിൽ അതും ഫ്രഷ് പുതിന ഇല ചെറുതായിട്ട് കുത്തിയരിഞ്ഞത് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂണിൽ കുറച്ച് കുറവ് പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല രുചി കൂടും കേട്ടോ, അപ്പോൾ അത് ഒഴിവാക്കാണ്ട് നോക്കണം. പിന്നെ 1 ടീസ്പൂൺ നെയ്യ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്പി ഈ ഗ്രീൻ പീസിൽ പിടിപ്പിക്കാം. വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം, നിർബന്ധമില്ല. ഈ പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് താഴ്ത്തി കൊടുക്കുകയാണ് നമ്മൾ ഈ സ്റ്റീൽ ബോൾ. ഇനി ഇത് മൂടിയിട്ട് നമ്മൾ ഒരു 8 സ്റ്റീം വിസിൽ മതിയാവും. അപ്പോൾ ഗ്രീൻ പീസ് പാകത്തിന് നന്നായിട്ട് കിട്ടും. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ആ ഗ്രീൻ പീസിൻ്റെ ടെക്സ്ചർ പ്രത്യേകിച്ചും നല്ലതായിരിക്കും ഇങ്ങനത്തെ ഒരു കറിക്ക്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വെള്ളത്തിലിട്ട് വേവിക്കാതെ. അപ്പോൾ കുക്കർ തന്നെ ചൂടാറിയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം, പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കൈയിൻ്റെ ഉള്ളിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് ഉടഞ്ഞ് പോകണം, എന്നാൽ ഒരുപാട് ഉടഞ്ഞു പോയിട്ടുണ്ടാവരുത്. അപ്പോൾ ഈ വേവിച്ച ഗ്രീൻ പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെറിയ ഡ്രൈ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല, പഫ്ഡ് ഗ്രാമാണ്, ഇതിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാന്. ആ ഒരു നല്ല മണം വരുന്ന വരെ, ഒരു കളറൊന്നും ഒരുപാട് മാറി പോകരുത്. അപ്പോൾ ഇത് നമ്മളൊരു മിക്സി ജാറിലേക്ക് ചേർക്കാൻ പോവാണ്. ഇതിൽ 1 ടേബിൾ സ്പൂണിൽ കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി. അപ്പോൾ വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതൽ കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ റോസ്റ്റ് ചെയ്തെടുത്ത ആ പൊട്ടുകടലയും കൂടി ചേർത്തിട്ട് ഒരു നല്ല പേസ്റ്റാക്കി എടുക്കണം. ശകലം വെള്ളം ഒഴിക്കാം ഈ പേസ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടായിട്ട്, കൂടുതൽ വേണ്ട. ഇനി ചീനച്ചട്ടിയിൽ 1 ടീസ്പൂൺ നെയ്യ്, അതിൻ്റെ ഒപ്പം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇത് രണ്ടും കൂടി വേണം കേട്ടോ. ഇത് ചൂടായി വരുമ്പോൾ വെറും ഒരു നുള്ള് കടുകിട്ട് പൊട്ടിക്കാം. കടുക് കൂടി പോകണ്ട, ഒരു നുള്ളു മതി. ഇതിലേക്ക് 2 ഇടത്തര സൈസുള്ള സവാള ഇതുപോലെ അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് സോഫ്റ്റായി കളർ മാറി തുടങ്ങിയാൽ മതി. ഇതിലേക്ക് 3 പച്ചമുളക് ഒന്ന് കീറി കൊടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ആ വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിനു വേണ്ടി 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് കുറവ് മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 നുള്ള് കുരുമുളക്, അത് മതിയാവും. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി, കൂടുതൽ നേരം വേണ്ട. പച്ചമണം മാറിയതിന് ശേഷം ഇത് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ഇടത്തരം സൈസിലുള്ള നല്ല പഴുത്ത ടൊമാറ്റോസ് ചോപ്പ് ചെയ്തത്.
ഈ ടൊമാറ്റോസ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഇതുപോലെ ചേർക്കാതെ ഒരു ഇതുപോലത്തെ പാനിൽ കുറച്ച് നന്നായി ചൂടായതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണയിൽ ഈ തക്കാളി ഇട്ടിട്ട് ഒന്ന് ഫ്ലെയിം റോസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അടുപ്പിൻ്റെ തീയൊന്ന് പിടിപ്പിച്ച് ഇതുപോലെ ഒന്ന് ഫ്ലെയിം ചെയ്തിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എന്നിട്ട് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു ടിപ്പ് പറഞ്ഞു തന്നുള്ളൂ. അല്ലെങ്കിൽ നേരെ ചീനച്ചട്ടിയിലേക്ക് ഇടാം. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കാം, മസാലപ്പൊടികളൊന്നും അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ടൊമാറ്റോസ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ഈ സ്റ്റേജിൽ നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, ഉടഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ നമ്മുടെ കഴിക്കുമ്പോൾ അത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറാണ് ഇതുപോലത്തെ ഈ ചെറിയ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് കറി അതിൽ കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വേവിച്ചാൽ ഇങ്ങനെ കിട്ടും കേട്ടോ. നമുക്ക് ഈ വഴറ്റിയ മസാലയിൽ ഗ്രീൻ പീസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് കൂട്ടിയാൽ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കറിയുടെ ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു സിമ്മിലിട്ടിട്ട് ഒന്ന് സിമ്മർ ചെയ്താൽ മതി, ഹൈ ഫ്ലെയിം വേണ്ട. ഒരു 3-4 മിനിറ്റ്. ആ സമയത്ത് നമുക്ക് 1.5 ടീസ്പൂൺ മട്ടൻ മസാലപ്പൊടി, ഏതെങ്കിലും നല്ല മട്ടൻ മസാലപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന നല്ലൊരു മട്ടൻ മസാലപ്പൊടിയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ക്യൂബും കൂടി മറ്റേ മാജിക് മസാല ക്യൂബ്, വെജിറ്റേറിയൻ ക്യൂബ്, അത് 10 ഗ്രാമിൻ്റെ അത് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാകത്തിന് ഉപ്പ്, ക്യൂബ് ചേർത്താലും പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഏറ്റവും അവസാനം 1 ടേബിൾ സ്പൂൺ കട്ടിത്തൈര്, പുളി കൂടിയ തൈരായിരിക്കരുത്. തൈര് ചേർത്തതിന് ശേഷം നമുക്ക് സ്പീഡിൽ ഇളക്കി കൊടുക്കണം. തൈര് പെട്ടെന്ന് മിക്സായി കൊടുക്കണം. നന്നായിട്ട് അടിച്ച തൈരാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ പിരിഞ്ഞൊന്നും പോകില്ല. എന്നിട്ട് ആ തൈര് ചേർക്കുമ്പോൾ ഒരു ബാലൻസ് കിട്ടും. ഇത് ഒന്നും കൂടി ഒന്ന് തിളച്ചാൽ മതി. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ പാകത്തിന് വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം, ബോയിൽ ചെയ്ത വെള്ളം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കറി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി വറ്റി പോവാറുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കെറ്റിലിലത്തെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇതുപോലെ തിളപ്പിച്ച് എടുത്താൽ മതി. അപ്പോൾ ടേസ്റ്റ് നോക്കാം, പാകത്തിന് ഒക്കെ ഇല്ലെന്ന് നോക്കാം. എന്നിട്ട് ഒരു നുള്ളു പഞ്ചസാര ലാസ്റ്റ് ഇട്ടാൽ ഇത് എപ്പോഴും ഒരു ബാലൻസിങ് ആണ്. ഇതുപോലത്തെ കറികൾ എപ്പോഴും അത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രീൻ പീസ് കറിക്ക് പാലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇടയ്ക്ക് പാല് ഇരുന്നോട്ടെ. അപ്പോൾ ഈ ഗ്രീൻ പീസ് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് വിവരം അറിയിക്കണം. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തംസ് അപ്പും ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഞാൻ കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഇനി ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഒന്നും കൂടി പറയാം. ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളകും കൂടി എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം.